ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിട്ട് ഒരു വർഷമാകുന്നു. ഇപ്പോൾ അവരുടെ അഭാവത്തിൽ അവിടെ ബംഗ്ലാദേശിൽ അവരുടെ ഈ കോർട്ട് വിചാരണ നടക്കുകയാണ്. അവരെ മനുഷ്യത്വത്തിനെതിരെ കുറ്റകൃത്യം ചെയ്ത ഒരു നേതാവ്, രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ആണ് ഇപ്പോൾ വിചാരണ നടക്കുന്നത്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണെന്നാണ് കരുതുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവർ മുമ്പ് പലവട്ടം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹസീന വേണമെന്ന്, പക്ഷേ വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്ന വിചാരണയ്ക്കൊരു പ്രസക്തിയുണ്ട്. കാരണം ഇതിൻ്റെ വിധി എന്ന് പറയുന്നത് നിർണായകമാണ്. ഇത് അന്താരാഷ്ട്ര കോടതിയിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് ഹസീനയെ വിട്ടുകൊടുക്കേണ്ടി വരും. അത്തരത്തിലേക്ക് പോയാൽ അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. ഇതിനെപ്പറ്റി എങ്ങനെയാണ് നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ പറ്റുന്നത്? അതെ, വിജയ് പറഞ്ഞ ആ നിരീക്ഷണം വളരെ ശരിയാണ്. ഇത് ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലാണ് അവർ. അതെ, അങ്ങനെ ഒരു ട്രിബ്യൂണൽ ആണ് ബംഗ്ലാദേശ് ഗവൺമെൻറ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിലാണ് ഇതിൻ്റെ വിചാരണ വരുന്നത്. ഈ വിചാരണ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ 2024 ജൂലൈയിലാണല്ലോ അവിടെ കലാപം തുടങ്ങിയത്. അതിരൂക്ഷമായ കലാപമാണ്. ആ കലാപം ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചു. തെരുവുകളാകെ ചുടലക്കളമായി മാറ്റി. ഒരു ഭരണകൂടത്തെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ അട്ടിമറിക്കാം, ഒരു രാജ്യത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളായിരുന്നു ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ നടന്ന കലാപം. ആ കലാപത്തിൽ ആരാണ് പങ്കെടുത്തത്, അതിൻ്റെ കോസ് അന്വേഷിച്ച് പോയി ആലോചിച്ച് നോക്കും. ഇപ്പോൾ സത്യത്തിൽ ഒരു ന്യായമായ കാരണം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ കാരണം? 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്ത അവാമി പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് ഇടയ്ക്ക് എപ്പോഴോ കുറേ കാലമായിട്ട്, ആ കലാപത്തിൽ 1971 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കുറേ കാലത്തേക്ക് അവർക്ക് സർക്കാർ ജോലികളിൽ ഒരു സംവരണം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾ എന്ന നിലയിൽ. അത് സ്വാഭാവികമായിട്ട് അവാമി ലീഗിനാണല്ലോ കിട്ടുക. അത് വലിയ പ്രതിഷേധം വന്നപ്പോൾ സാക്ഷാൽ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് തന്നെ അത് എടുത്തു കളഞ്ഞതാണ്. കോടതി പറഞ്ഞു അത് എടുത്തു കളഞ്ഞതാണ്. എന്നിട്ടും അതായിരുന്നു വിഷയം. അതായത് അവാമി ലീഗ് രാജ്യത്തിൻ്റെ അവകാശങ്ങൾ മുഴുവൻ സ്വന്തമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് കൂട്ടുനിൽക്കുന്നത്, രാജ്യത്തെ തകർക്കാൻ കൂട്ടുനിൽക്കുകയാണ് ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞുകൊണ്ടാണ്. സത്യത്തിൽ ഷെയ്ഖ് ഹസീന ഒട്ടും മോശമായിട്ടല്ല ഭരിച്ചത്. ഷെയ്ഖ് ഹസീനയുടെ ഭരണം കൊണ്ട് ബംഗ്ലാദേശിന് വളരെ മുന്നോട്ട് പോയി. ബംഗ്ലാദേശ് ലോകത്തിലെ അങ്ങേയറ്റം ദരിദ്ര രാജ്യങ്ങളൊന്നായിരുന്നു ബംഗ്ലാദേശ്. പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഈ ദാരിദ്ര്യത്തിൻ്റെ പവർട്ടി ഇൻഡെക്സിൽ പോലും ഒരു ഘട്ടത്തിൽ ഇന്ത്യയേക്കാൾ മുമ്പിലായിരുന്നു ബംഗ്ലാദേശ്. എന്നുവെച്ചാൽ ഇന്ത്യയെപ്പോലൊരു മഹാരാജ്യത്തെക്കാളും പുരോഗതി നേടിയിരുന്നു ഒരു ഘട്ടത്തിൽ ഹസീനയുടെ ഭരണം. മാത്രമല്ല ഹസീന വളരെ സെക്യുലറായിട്ടാണ് ഭരിച്ചത്. ഹസീനയുടെ അച്ഛൻ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആണല്ലോ അവരുടെ രാഷ്ട്രപിതാവ്. മുജീബുർ റഹ്മാൻ്റെ കാലം തൊട്ട് തന്നെ അവർ വളരെ സെക്യുലറാണ്. ബേസിക്കലി ജാതി മത വിവേചനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഹസീന പോകുന്നതിന് ശേഷം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ, അവിടുത്തെ കൃഷ്ണവിശ്വാസികളെ, സന്യാസിമാരെ ഒക്കെ ഉപദ്രവിക്കുന്നു നമ്മൾ കേൾക്കുമ്പോൾ, ക്ഷേത്രങ്ങൾ തകർക്കുന്നു നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം തോന്നേണ്ട അത്ഭുതം ഈ ക്ഷേത്രങ്ങളും ഈ വിശ്വാസികളും ഒക്കെ ഈ ന്യൂനപക്ഷങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ സംരക്ഷണയിൽ അവർ ഉദാരമായൊരു മനസ്സോടു കൂടിയാണ് രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും കണ്ടത്. സെക്യുലറായിരുന്നു അവർ. അതിന് പകരം അവിടെ ഇപ്പോൾ സമരം ചെയ്യുന്ന ആരാണ്? ഒന്ന് പാകിസ്ഥാൻ, ഈ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയ. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകത ഒന്ന് മതരാഷ്ട്രവാദികളാണ്. ഇസ്ലാമിക രാഷ്ട്രമാണ് വേണ്ടത്, സെക്കുലർ രാഷ്ട്രമല്ല എന്ന് പറയുന്നവരാണ്. എല്ലാ ലോകത്തിലെല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ തന്നെയാണ്. അതൊന്നും അല്ലാന്ന് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരോ രാജ്യത്തിൻ്റെ സൗകര്യം അനുസരിച്ച് അത് ചെറിയ ഭേദഗതിയോടെ പറയുന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകത അവരെന്നും രാജ്യദ്രോഹികളുമാണ്, രാജ്യവിരുദ്ധരാണ്. കാരണം 1971 ഇന്ത്യയുടെ സഹായത്തോടു കൂടി ബംഗ്ലാദേശ് വിമോചന സമരം നടക്കുമ്പോൾ അതിൽ നിന്ന് മാറിയുന്നവരാണ്. അവർ പറഞ്ഞത് പാകിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യത്ത് നിന്ന് നമ്മൾ വിട്ടുപോരാൻ പാടില്ല എന്നാ. അത് വലിയ വമ്പൻ ശക്തിയല്ലേ, നമ്മൾ ബംഗ്ലാദേശ് വേറിട്ട് പോന്നാൽ നഷ്ടമായിരിക്കും മുസ്ലിങ്ങൾക്ക് എന്നാ. അങ്ങനെയാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് അന്നു മുതലേ രാജ്യത്തോട് കൂറില്ലാത്തവരാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനക്കെതിരായിട്ടുള്ള വിമോചന സമരത്തിന് ഇറങ്ങിയത്. രണ്ടാമത്തെ ഒരു കൂട്ടർ അവിടുത്തെ BNP, ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയും, നമ്മുടെ ബീഗം ഖാലിദ സിയയുടെ പാർട്ടി. അപ്പോൾ പഴയ സിയാവുർ റഹ്മാന്റെ പാർട്ടി. അപ്പോൾ ആ പാർട്ടി എത്രയോ കാലമായി ഭരണമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ കലാപകാരികളുടെ കൂടെ ചേർന്നു. അതാണ് രണ്ടാമത്തെ ഒരു കൂട്ടർ. മൂന്നാമത്തെ ഒരു കൂട്ടർ വിദ്യാർത്ഥികളാണ്, കൊച്ചുകുട്ടികളെ ഇറക്കി വിട്ടതാ. 4 ഇതിനൊക്കെ നേതൃത്വം നൽകാനും ഇതിനൊക്കെ പുറമേ നിന്ന് രാജ്യം വിട്ടുപോയിട്ട് എത്രയോ കാലമായി ബംഗ്ലാദേശിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരാൾ പെട്ടെന്ന് ബംഗ്ലാദേശിന്റെ വിമോചനമായിട്ട് അവതരിക്കുകയാണ്. അത് ബംഗ്ലാദേശുകാരനായ നോബൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യൂനുസാണ്. മുഹമ്മദ് യൂനുസ് ബംഗാളിയാണ്, ബംഗ്ലാദേശിയാണ്. നോബൽ സമ്മാനം കിട്ടിയത് സത്യത്തിൽ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി. അതും അത്ഭുതകരമാണ്. അന്ന് തന്നെ വലിയ തോതിൽ വിവാദം ഉണ്ടാക്കിയതാണ്. അദ്ദേഹം അവിടുത്തെ ഒരു ഈ സാധനം ഉണ്ടല്ലോ, മൈക്രോ ഫൈനാൻസ് ആണ് അദ്ദേഹത്തിന്റെ വിഷയം.
സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് ആണ് മേഖല. എക്കണോമിക്സിന് നോബൽ പ്രൈസ് കൊടുത്താൽ മനസ്സിലാക്കാം. പക്ഷേ സമാധാനത്തിന് നോബൽ പ്രൈസ് കൊടുത്തു. ആ സമാധാനത്തിന് നോബൽ പ്രൈസ് വാങ്ങിയ ആളെയാണ് ഇപ്പോൾ അമേരിക്ക കലഹം ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനും ബംഗ്ലാദേശിനെ കത്തിക്കാനും. അവിടെ അങ്ങനെ ഒരാളുണ്ട് സമാധാനത്തിന് നോബൽ പ്രൈസ് വേണമെന്ന് പറഞ്ഞു കിടക്കുന്നത്. അതെ, അപ്പോൾ അമേരിക്കയിലുണ്ട്. അപ്പോൾ സത്യമാണത്, അവർക്കത് ചേരും. അതുപോലെ തന്നെ ഇതിന് മുഴുവനും വേണ്ടത് പണമാണ്. കലാപം ഉണ്ടാക്കാൻ പണം ഇറക്കാൻ, അതാണ് നമ്മൾ ജോർജ് സോറസിന്റെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതാണ്. ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അവിടെ കലാപം ഉണ്ടായത്. കലാപം ആളിക്കത്തി. ബംഗ്ലാദേശിലെ മിക്കവാറും എല്ലാ മന്ദിരങ്ങളും കലാപകാരികൾ കയ്യേറി. ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരം കയ്യേറി. അവർ പ്രാണനും കൊണ്ട് ഓടി. അങ്ങനെയാണ് വന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിചാരണയാണ്. അതായത് ആ കലാപകാലത്ത് എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഡാക്ക, എന്താ അതിന് പറയുക, അവരുടെ അവിടുത്തെ കറൻസിക്ക് ധാക്ക എന്നെന്തോണ്ട് പേര്. എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി. ഒന്ന്. രണ്ടാമത് മനുഷ്യജീവന്റെ നഷ്ടം. ഔദ്യോഗികമായ കണക്ക് പറയുന്നത് 835 മറ്റോ ആണ്. പക്ഷെ അനൗദ്യോഗിക കണക്ക് പറയുന്ന 1500-ലേറെ പേര് ആ കലാപത്തിൽ മരിച്ചിട്ടുണ്ട് എന്നാണ്. 11,500 മറ്റോ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അനൗദ്യോഗികമായ കണക്കാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കണക്ക് 17,000 മറ്റോ ആണ്. അപ്പോൾ ഈ പീഡനങ്ങളും കഷ്ടപ്പാടുകളും മുഴുവൻ ബംഗ്ലാദേശി ജനത അനുഭവിക്കേണ്ടി വന്നതിനാരാണ് ഉത്തരവാദി? 3 പേരാണ് ഉത്തരവാദി എന്ന് ഈ ട്രിബ്യൂണൽ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ അവിടെ തുടങ്ങിയ വിചാരണയുടെ ആദ്യ ദിവസങ്ങൾ തന്നെ പുറത്തു വന്നത്. 3 പേരാണ് ഉത്തരവാദി. ഒന്ന്, പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന. 2, അവരുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഒരാൾ. 3-ാമത്തെ ആൾ അവിടുത്തെ പോലീസ് IG. പോലീസ് മേധാവിയും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ് ഉത്തരവാദികൾ. ഇവരിൽ ഈ 3 പേരിൽ 2 പേര് ഇപ്പോൾ രാജ്യം വിട്ടുപോയി. ഒരാൾ ഇന്ത്യയിലേക്ക് പോകുന്നു, ഒരാൾ യൂറോപ്പിലേക്കും പോയി. അതായത് ആഭ്യന്തരമന്ത്രി യൂറോപ്പിലേക്കും പോയി. പിന്നെ ഒരാൾ പോലീസുകാരൻ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? അദ്ദേഹത്തെ അവിടെ പിടിച്ചകത്തിട്ടിരിക്കാൻ അദ്ദേഹം മാപ്പുസാക്ഷിയായിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 2 പേരുടെ തലയിൽ ഇത് മുഴുവൻ കെട്ടിവെക്കും. ഇതിന്റെ മുഴുവൻ കുറ്റവും എന്താ വെച്ചാൽ ഇത്രയും മനുഷ്യരെ കൊന്നതിന്റെ കണക്കാണ് ഈ പറയുന്നത്. ഒരു രാജ്യത്ത് കലാപം നടക്കുമ്പോൾ ആ ഭരണാധികാരി എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും പട്ടാളത്തിനെയും പോലീസിനെയും വിന്യസിക്കും, സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിനെയാണ് ഇവർ നരനായാട്ട് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇവരിപ്പോൾ അടിച്ചമർത്തി എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു എന്ന് പറയുന്നത്. അതിന് മുഴുവൻ ഉത്തരവാദിത്വം ഷെയ്ഖ് ഹസീന ഏറ്റെടുക്കേണ്ടി വരികയാണ്. ട്രിബ്യൂണലിൽ വിചാരണ തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താ സംഭവിക്കുക? ട്രിബ്യൂണൽ എന്തായാലും ഇപ്പോൾ മാത്രമല്ല, ഇന്നലെ ഇപ്പോൾ എന്താണ് താജുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടറെ ഗവൺമെൻറ്റിന് വേണ്ടി, അതായത് മുഹമ്മദ് യൂനുസിൻ്റെ ചീഫ് അഡ്വൈസറാണല്ലോ മുഹമ്മദ് യൂനുസിന് വേണ്ടി വാദിക്കാൻ, ട്രിബ്യൂണലിൽ വാദിക്കാൻ താജുൽ ഇസ്ലാം എന്നോ ഒരു പ്രോസിക്യൂട്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രോസിക്യൂട്ടർ കേസിൻ്റെ വിധി ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രോസിക്യൂട്ടർ പറയുന്നത് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദി ഷെയ്ഖ് ഹസീനയാണെന്ന്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്, അവരെ വിട്ടുകിട്ടണമെന്ന ഈ വാദം അവിടുത്തെ ട്രിബ്യൂണൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അത് അന്താരാഷ്ട്ര കോടതിയിലേക്ക് കേസ് പോകും. അന്താരാഷ്ട്ര കോടതിയിലേക്ക് കേസ് പോയാൽ അങ്ങനെ ഒരു കുറ്റവാളിയെ, ഒരു രാജ്യത്തിനെതിരായ വലിയ കുറ്റകൃത്യം ചെയ്ത ഒരാളെ ഇന്ത്യ ഒളിപ്പിച്ചു വെക്കുന്നത് ദീർഘകാലത്തേക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് വളരെ നിർണായകമാണ് ഈ ദിവസങ്ങൾ. ഈ ട്രിബ്യൂണലിൻ്റെ വിധി എന്താകുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. അത് ഹസീനയുടെ ഭാവി കൂടി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യക്ക് ഒരു സഹോദര രാജ്യം എന്ന നിലയിൽ അവരെ എത്ര കാലം കാത്തു രക്ഷിക്കാൻ കഴിയും എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ ഭാവിക്ക് വേണ്ടി സമാധാന പ്രേമികളായ മനുഷ്യർ മുഴുവനും ഇന്ത്യയിലും പുറത്തും നിന്ന് അവർക്ക് വേണ്ടി വലിയ തോതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനാ നിർഭരമായൊരു വിചാരണയാണ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ബംഗ്ലാദേശാണ്, ഇസ്ലാമിക തീവ്രവാദികളാണ്, അതിൻ്റെ പുറമെ അവർ രൂപീകരിച്ച കോടതിയാണ്, അവരുടെ പ്രോസിക്യൂട്ടറാണ്. മാത്രമല്ല പിന്നിൽ ചരട് വലിക്കുന്നത് മുഹമ്മദ് യൂനുസും അമേരിക്കൻ ഭരണകൂടവുമാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.